ഹലോ എവ്രി വൺ. ഇനി വന്നിട്ടുള്ളത് നമ്മളുടെ 10th സ്റ്റാൻഡേർഡ് കെമിസ്ട്രീന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമറിസം എന്ന പാഠഭാഗത്തിന്റെ മൂന്നാമത്തെ പാർട്ടുമായിട്ടാണ്. അപ്പൊ ആദ്യത്തെ രണ്ട് പാർട്ടുകൾ കാണാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോസ് ഒന്ന് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് നോമൻക്ലേച്ചർ ഓഫ് ആൽക്കെയിൻസ് വിത്ത് വൺ ബ്രാഞ്ച് അല്ലെ. ആൽക്കെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ ബോണ്ട് ആയിരിക്കും അല്ലെ. ഇങ്ങനെ സിംഗിൾ ബോണ്ടും അതെന്താ ഒരു ബ്രാഞ്ചും ഉണ്ടെങ്കിൽ അതിനെയാണ് വിത്ത് വൺ ബ്രാഞ്ച് എന്ന് പറയാം അല്ലെ. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എന്താ, നോമൻക്ലേച്ചർ ഓഫ് ആൽക്കെയിൻസ് വിത്ത് മോർ ദാൻ വൺ ബ്രാഞ്ച്. നമ്മൾ ആദ്യം പഠിച്ചത് ഒരു ബ്രാഞ്ച് മാത്രം ഉള്ളതാണ്. ഇപ്പൊ എന്താ പഠിക്കാൻ പോകുന്നത്, ഒന്നോ അതിൽ കൂടുതലോ ബ്രാഞ്ചുകൾ വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ആൽക്കെയിൻസിന് പേരിടുക എന്നുള്ളതാണ് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇഫ് മോർ ദാൻ വൺ ബ്രാഞ്ച് ഈസ് പ്രസന്റ്, സെലക്ട് ദ ലോങ്സ്റ്റ് കാർബൺ ചെയിൻ. Number the carbon atoms from left to right or right to left in such a way that the carbon atoms with branches gets the lowest position numbers. നമ്മൾ ഒരു ബ്രാഞ്ച് പഠിക്കുമ്പോൾ കുറച്ച് റൂൾസ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ആ സെയിം റൂൾസ് തന്നെയാണ് ഇവിടെയും. ആദ്യത്തെ റൂൾ എന്തായിരുന്നു, ലോങ്ങസ്റ്റ് ചെയിൻ നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ലോങ്ങസ്റ്റ് ചെയിൻ, ഏറ്റവും നീളമുള്ള ഏറ്റവും കാർബൺ ആറ്റംസ് കൂടുതലുള്ള ലോങ്ങസ്റ്റ് ചെയിൻ സെലക്ട് ചെയ്യുക അല്ലെ. പിന്നെ എന്താ നമ്മൾ ചെയ്തിട്ടുള്ളത്, നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ. ഓരോ കാർബണിലും നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കൂടാ, റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്കൂടാ. പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നു അല്ലെ, നമ്മളുടെ ബ്രാഞ്ച് അല്ലെ, ഈ തൂങ്ങി നിൽക്കുന്ന ആൾക്ക് ഏറ്റവും ലോവസ്റ്റ് നമ്പർ കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ നമ്പർ ഇട്ട് കൊടുക്കാനായിട്ട് അല്ലെ. അത് തന്നെയാണ് ഇവിടെയും ഉള്ളത്. പക്ഷെ ഇവിടെ വരുന്ന വ്യത്യാസം എന്താണ്, ഒരു ബ്രാഞ്ചിന് പകരം രണ്ടും മൂന്നും ഒക്കെ ബ്രാഞ്ച് ആണ് വരുന്നത്. അപ്പൊ ഈ ഒരു എക്സാമ്പിൾ നോക്കുക, CH3 CH CH2 CH CH2 CH3 ഈ ഒരു ബ്രാഞ്ച് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ബ്രാഞ്ചിൽ ഈ ഒരു ചെയിൻ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഈ ഒരു ചെയിനിൽ എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്, 1 2 3 4 5 6 അല്ലെ. അപ്പൊ 6 കാർബൺ ആറ്റംസ് വരുന്ന ലോങ്ങസ്റ്റ് ചെയിൻ നമ്മൾ ഇത് ചൂസ് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇവിടുന്നും എന്ത് ചെയ്യുന്നുണ്ട്, രണ്ട് ബ്രാഞ്ചസ് വന്നിട്ടുണ്ട് അല്ലെ. ഇനി എന്ത് ചെയ്യണം, നമ്മൾ നമ്പർ കൊടുക്കണം അല്ലെ. ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കോ അല്ലെ റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്കോ നമുക്ക് നമ്പർ കൊടുക്കാം. അപ്പൊ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് കൊടുക്കുമ്പോൾ 1 2 3 4 5 6 എന്ന് പോവും. റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്കാണെങ്കിൽ 1 2 3 4 5 6 എന്ന് പോവും. ഇനി നമ്മൾ എന്താ നോക്കേണ്ടത്, ഈ ബ്രാഞ്ച് വരുന്നത് 5ലും 3ലും ആണ് അല്ലെ. ഇങ്ങനെ നമ്പർ കൊടുക്കുമ്പോൾ 3ലും 5ലും, ഇങ്ങനെ കൊടുക്കുമ്പോൾ 2ലും 4ലും അല്ലെ. അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, യെസ്, നമ്മളുടെ ബ്രാഞ്ചുകൾക്ക് ഏറ്റവും ലോവസ്റ്റ് നമ്പർ കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ നമ്പർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും നമ്മൾ എടുക്കുക, ഈ 2ഉം 4ഉം ആണ്. കാരണം എന്താണ്, 3ഉം 5 എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി വലുതായി പോയി അല്ലെ. നമ്മൾ എന്താ ചൂസ് ചെയ്യുക, ഓൾവേസ് നമ്മൾ എല്ലായ്പ്പോഴും ഓൾവേസ് ചൂസ് ചെയ്യുക ലോവസ്റ്റ് പോസിബിൾ നമ്പർ ആണ് നമ്മളുടെ ബ്രാഞ്ചിന് കിട്ടുന്ന രീതിയിൽ. സോ കറക്റ്റ് വേ ഓഫ് നമ്പറിങ് ഇവിടെ നിന്ന് എവിടത്തേക്കാ, ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കാണ് അല്ലെ. റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്ക് ചെയ്യുമ്പോൾ കൂടിപ്പോകില്ല. അപ്പൊ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് കറക്റ്റ് വേ ഓഫ് നമ്പറിങ്. പൊസിഷൻ നമ്പർ ഓഫ് ദി ഫസ്റ്റ് ബ്രാഞ്ച് അല്ലെ. അങ്ങനെ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കാണെങ്കിൽ ഇങ്ങനെയാണ് പോവാം. അങ്ങനെയാണെങ്കിൽ ഇതല്ലേ നമ്മളുടെ ബ്രാഞ്ച്, ആദ്യത്തെ ബ്രാഞ്ചിന്റെ പൊസിഷൻ നമ്പർ ഇവിടെ എത്രയാണ്, 2 ആണ് അല്ലെ. അതാണ് ഇവിടെ വന്നിട്ടുള്ളത്. അടുത്ത കറക്റ്റ് പൊസിഷൻ നമ്പർ ഓഫ് ദി ബ്രാഞ്ചസ് അല്ലെ. അപ്പൊ കറക്റ്റ് അല്ലെ, ഇങ്ങനെ നമ്പർ ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഒരു ബ്രാഞ്ച് ഉണ്ട്, ഇവിടെ ഒരു ബ്രാഞ്ച് ഉണ്ട്. ഈ ബ്രാഞ്ചിന് 2 ആണ്, ഈ ബ്രാഞ്ചിന് 4 ആണ്. അതാണ് ഇവിടെ എന്ത് വന്നിട്ടുള്ളത്, 2ഉം 4ഉം എന്ന് വന്നിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ അല്ലെ. ഇനി അടുത്ത നോക്കിക്കോളെ, ഇഫ് ദ സെയിം ബ്രാഞ്ച് അപ്പിയേഴ്സ് മോർ ദാൻ വൺസ് ഇൻ എ കാർബൺ ചെയിൻ, the number of branches is to be indicated using prefixes like di, tri, tetra, etc. Position numbers should be separated by commas. അതായത് ഇപ്പോ ഞാനിവിടെ ഒരു എക്സാമ്പിൾ വരച്ചു തരാം. വാലൻസീസ് ഒന്നും ഫില്ല് ചെയ്യുന്നില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി വരച്ച. ഇങ്ങനെയുണ്ട്, ഇവിടെ ഒരു ബ്രാഞ്ച് ഉണ്ട്, ഇവിടെ ഒരു ബ്രാഞ്ച് ഉണ്ട്, ഇവിടെ ഒരു ബ്രാഞ്ച് ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ 1 2 3 4 5 ഇങ്ങനെ നമ്പർ ഇട്ട് 1 2 3 4 5. അപ്പൊ 2 3 4 ആണ് അങ്ങോട്ടേക്ക് പോകുമ്പോൾ, ഇങ്ങോട്ടേക്ക് വരുമ്പോൾ 2 3 4 അല്ലെ. അപ്പൊ എങ്ങനെ നമ്പർ ചെയ്ത് കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്ക്, ഈ 2ലും 3ലും 4ലും അല്ലെ, 2ലും 3ലും 4ലും ആരെന്നെ ഇപ്പൊ സെയിം ആയിട്ട് മീത്തൈൽ ഗ്രൂപ്പാണ് വന്നതെന്ന് വിചാരിക്കാം. അങ്ങനെയാണ് ഇവിടെ എത്ര ബ്രാഞ്ച് ഉണ്ട്, 3 ബ്രാഞ്ച് ഉണ്ട് അല്ലെ. 3ലും ആരെന്നെയാ വന്നിട്ടുള്ളത്, CH3 തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ 3ലും ഒരാൾ തന്നെയാണ് വന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ട്രൈ എന്നുള്ള ഒരു വാക്കും കൂടി
ആഡ് ചെയ്യും. ഓക്കെ, ഇനിയിപ്പോ ഇവിടെയും CH3 ഇവിടെയും CH3 ഇതില്ല എന്ന് വിചാരിക്കുക. രണ്ടാൾക്കാരാണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഡൈ. ഇനിയിപ്പോ 4 ഉണ്ടെങ്കിൽ ടെട്ര, അങ്ങനെ അങ്ങനെ പോകും. ഓക്കെ, ഇതെങ്ങനെയാ നമ്മൾ കൊടുക്കുന്നതെന്നുള്ളതൊക്കെ പഠിപ്പിച്ച് തരും. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. 2 ഉണ്ടെങ്കിൽ ഡൈ എന്ന് പറയും, 3 ഉണ്ടെങ്കിൽ ട്രൈ എന്ന് പറയും, 4 ഉണ്ടെങ്കിൽ ടെട്ര എന്ന് പറയും. ഓക്കെ, പ്രിഫിക്സസ്, അത് നമ്മൾ പ്രിഫിക്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നേ ചേർക്കുന്ന വാക്ക്. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് ചേർക്കുന്നതെന്നൊക്കെ മിസ് കറക്റ്റ് ആയിട്ട് പഠിപ്പിച്ചു തരും കേട്ടോ. ജസ്റ്റ് ഇത് മനസ്സിലാക്കി വെക്കാം. ഇന്ന് നോക്കിക്കോളെ. ലെറ്റ് us examine how to assign the IUPAC name to the compound given below. അപ്പൊ ഈ ഒരു കോമ്പൗണ്ടിന് എങ്ങനെയാണ് നമ്മൾ IUPAC നെയിം കൊടുക്കുന്നതെന്നാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അതാ നമ്മളുടെ ചെയിൻ ആണിത്. അപ്പൊ ലോങ്സ്റ്റ് ചെയിൻ ആയിട്ട് നമ്മൾ ഇത് സെലക്ട് ചെയ്ത് ഇപ്പൊ നമ്പർ ഇടുന്ന നോക്ക്, 1 2 3 4 5 6 7. ഓക്കെ, ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് വിട്ട്, അതേപോലെ റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്ക് വിട്ടോക്ക, 1 2 3 4 5 6 7. ഓക്കെ, ഇവിടെയാണ് നമ്മളുടെ ബ്രാഞ്ച് വരുന്നത് അല്ലെ. ഇവിടെയും ഇവിടെയാണ് ബ്രാഞ്ച് വരുന്നത്. ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കാണെങ്കിൽ അല്ലെ, ലെഫ്റ്റ് ടു റൈറ്റ് ആണെങ്കിൽ ഏതൊക്കെയാ നമ്പർ വരുന്നത്? 3ഉം 6ഉം അല്ലെ, 3 and 6. റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്കാണെങ്കിലോ, റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്കാണെങ്കിൽ 2ഉം 5ഉം ആണ് വന്നിട്ടുള്ളത്. 2ഉം 5ഉം ആണ് വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ആരെയൊക്കെ ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക അല്ലെ? ആരെ, ഏതിനെ ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നോക്കാനായിട്ട് പോകുന്നത്. നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദ മെയിൻ ചെയിൻ അല്ലെ. മെയിൻ ചെയിനിലെ കാർബൺ ആറ്റംസ് എത്ര? 1 2 3 4 5 6 7 അല്ലെ, 7 ആണ് വന്നിട്ടുള്ളത്. അടുത്ത നമ്പർ ഓഫ് ബ്രാഞ്ചസ്, എത്ര ബ്രാഞ്ചസ് ആണ് ഇവിടെ ഉള്ളത്? ഞാൻ ഇതൊന്ന് ഇറേസ് ചെയ്യുന്നുണ്ട്. എത്ര ബ്രാഞ്ചസ് ആണ് ഉള്ളത്? ഇവിടെ ഒരു ബ്രാഞ്ച് ഉണ്ട്, ഇവിടെ ഒരു ബ്രാഞ്ച് ഉണ്ട്, അതാണ് 2. നെയിം ഓഫ് ബ്രാഞ്ചസ് അല്ലെ, ഈ തൂങ്ങി കിടക്കുന്ന ആള് CH3 ആണല്ലോ. CH3 ആണെങ്കിൽ ആ ബ്രാഞ്ചിനെ വിളിക്കുന്ന പേരെന്താ? മീത്തൈൽ. പൊസിഷൻ ഓഫ് ദ ഫസ്റ്റ് ബ്രാഞ്ച് വൈൽ നമ്പറിംഗ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് നമ്പർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ബ്രാഞ്ചിന്റെ നമ്പർ എത്രയാണ്? 3 ആണ് അല്ലെ. ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കാണെങ്കിൽ ഫസ്റ്റ് ബ്രാഞ്ചിന്റെ നമ്പർ 3 ആണ്, അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. പൊസിഷൻ ഓഫ് ദ ഫസ്റ്റ് ബ്രാഞ്ച് വൈൽ നമ്പറിംഗ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്കാണെങ്കിൽ പൊസിഷൻ ഏതാണ്? റൈറ്റ് നിന്ന് 1 2 അല്ലെ, ഏതാണ്? 2 ആണ്. 2 ആണ്. ക്ലിയർ ആണല്ലോ അല്ലെ? മനസ്സിലായിട്ടില്ല? എന്താണ്? റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്കും ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കും നമുക്ക് നമ്പർ ചെയ്യാം. ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ ബ്രാഞ്ചിന്റെ നമ്പർ എത്രയാണ്? 3 ആണ് അല്ലെ. ഇനിയിപ്പോ റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്കാ പോകുന്നതെങ്കിൽ ആദ്യത്തെ ബ്രാഞ്ചിന്റെ നമ്പർ എത്ര? 2 ആണ്. ക്ലിയർ ആണല്ലോ അല്ലെ? ഓക്കെ, അത് റൈറ്റ് ടു ലെഫ്റ്റ്. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് വേ ഓഫ് നമ്പറിംഗ് ഏതായിരിക്കും? നിങ്ങൾ നോക്ക്, ആദ്യത്തതില് 3 6 ആയിരിക്കും അല്ലെ. 3 6 എന്നാണ് വരിക. റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്കാണെങ്കിൽ 2 5 എന്നാണ് വരിക. 2 5 എന്നാണ് വരിക അല്ലെ. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ചെറിയ, ഏറ്റവും ലോവസ്റ്റ് പോസിബിൾ നമ്പർ എവിടെയാ കിട്ടിയിട്ടുള്ളത്? ഇവിടെയല്ലേ. അങ്ങനെയാണെങ്കിൽ എവിടെ നിന്ന് എവിടത്തേക്കാ നമ്മൾ നമ്പർ ചെയ്യേണ്ടത്? ഇങ്ങനെയാണോ നമ്മൾ നമ്പർ ചെയ്യേണ്ടത്? അല്ല. എങ്ങനെയാ നമ്പർ ചെയ്യേണ്ടത്? ഇങ്ങനെ. കാരണം ലോവസ്റ്റ് പോസിബിൾ 2ഉം 5ഉം കിട്ടിയിട്ടുണ്ട് അല്ലെ. 2ഉം 5ഉം കിട്ടിയിട്ടുണ്ട്. മറ്റേതിലോ 3ഉം 6ഉം ആണ്. അപ്പൊ ഇതെടുത്തുകൂടാ. ഏതെടുക്കണം? 2ഉം 5ഉം ആണ് എടുക്കേണ്ടത്. അപ്പൊ എവിടെ നിന്ന് എവിടത്തേക്കാ നമ്മൾ നമ്പർ ചെയ്യുക? റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്കാണ് നമ്പർ ചെയ്യുക. റൈറ്റ് ടു ലെഫ്റ്റ്. കറക്റ്റ് പൊസിഷൻ നമ്പർ ഓഫ് ദി ബ്രാഞ്ചസ് അല്ലെ. കറക്റ്റ് പൊസിഷൻ നമ്പർ ഏതൊക്കെയാണ്? 2ഉം 5ഉം ആണ്. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇനി IUPAC നെയിം ആണ് എഴുതാനായിട്ട് പോകുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ നമ്പറിനെ എഴുതും അല്ലെ, പിന്നെ ഒരു ഹൈഫൺ എഴുതും, പിന്നെ നമ്മളുടെ ബ്രാഞ്ചിന്റെ പേര് എഴുതും, പിന്നെ എത്രയാണോ കാർബൺ ആറ്റംസ് ഉള്ള അയാളുടെ പേര് എഴുതും അല്ലെ. അതെന്താണ്? 1 ബ്രാഞ്ച് ഉള്ളപ്പോഴാണ് അല്ലെ. ഇവിടെ എത്ര ബ്രാഞ്ച് ഉണ്ട്? 2 ബ്രാഞ്ച് ഉണ്ട് അല്ലെ. 2 ബ്രാഞ്ച് ഉണ്ട്. അത് എവിടെയൊക്കെയാ ഉള്ളത്? 2ലും 5ലും. അപ്പൊ 2 നമ്പേഴ്സിനെ നമ്മൾ എങ്ങനെ എഴുതും? കോമ ഇട്ടിട്ട് എഴുതും. 2,5 എന്ന് എഴുതും. എന്നിട്ട് എന്താ നമ്മൾ ചെയ്യുക? ഹൈഫൺ ഇടും അല്ലെ. 2,5 ഹൈഫൺ അല്ലെ. 2ന്നും 5ന്നും ഏത് ഗ്രൂപ്പാ തൂങ്ങിയിട്ടുള്ളത്? CH3 എന്ന് പറയുന്ന ഗ്രൂപ്പാ. അതാരാ? നമ്മളുടെ മീത്തൈൽ ഗ്രൂപ്പാണ്. മീത്തൈൽ ഗ്രൂപ്പ് എത്ര ഉണ്ട്? 2 ഉണ്ടായിരുന്നല്ലോ അല്ലെ. 2 ബ്രാഞ്ച് ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ടാണ് എന്ത് വന്നിട്ടുള്ളത് ഇവിടെ? ഡൈ എന്ന് വന്നിട്ടുള്ളത്. ഡൈ വന്ന് പിന്നെ ആര് വരും? മീത്തൈൽ വരും അല്ലെ. ഡൈ മീത്തൈൽ വന്ന് പിന്നെ എത്രയാണുള്ളത്? 6 അല്ലെ. 7 നമ്മളുടെ ലോങ്സ്റ്റ് ചെയിൻ അല്ലെ. അപ്പൊ 7ന് പറയാ എന്താണ്? ഹെപ്റ്റ് അല്ലെ. പിന്നെ സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് എയിൻ എന്ന് വന്ന്. ക്ലിയർ ആണോ? ഒന്നും കൂടി പറഞ്ഞു തരാം. നമ്മൾ 1 ബ്രാഞ്ച് ആണെങ്കിൽ നമ്പർ എഴുതി ഹൈഫൺ ഇട്ട് പിന്നെ നമ്മളുടെ ബ്രാഞ്ചിന്റെ പേര് മീത്തൈൽ ആണെങ്കിൽ മീത്തൈൽ, ഈത്തൈൽ ആണെങ്കിൽ ഈത്തൈൽ, പ്രൊപ്പൈൽ ആണെങ്കിൽ പ്രൊപ്പൈൽ, അങ്ങനെ അങ്ങനെ ബ്രാഞ്ചിന്റെ പേര് എഴുതും. അത് കഴിഞ്ഞിട്ട് എന്താ?
ലോങ്ങസ്റ്റ് ചെയിന്റെ പേര് എഴുതും അല്ലെ. 6 ഹെക്സ്, 7 ഹെപ്റ്റ്, 4 ബ്യൂട്ട്, അങ്ങനെ അങ്ങനെ എഴുതും അല്ലെ. ഇപ്പൊ നമുക്കൊരു 5 വിചാരിക്കുക. 5 എന്ത് എഴുതും? പെന്റ് എന്ന് എഴുതും അല്ലെ. പിന്നെ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ എന്ത് എഴുതും? എന്നും കൂടി ചേർത്തിട്ടാണ് എഴുതിയത്. ഇത് ഏത് കേസിലാ? 1 ബ്രാഞ്ച് ഉള്ള കേസിൽ അല്ലെ. 1 ബ്രാഞ്ച് ഉള്ള കേസിലാണ് ഇത്. ഇനി 2 ബ്രാഞ്ച് ഉള്ള കേസാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. 2 ബ്രാഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ബ്രാഞ്ച് ഉണ്ട് അല്ലെ. 2 5 ആണ് ബ്രാഞ്ച് വരുന്നതെന്ന് വിചാരിക്കുക അല്ലെ. അപ്പൊ നമ്പേഴ്സിന് എങ്ങനെയാ നമ്മൾ എഴുതുക? 2, 5. ഇനി എന്ത് എഴുതണം? ഒരു ഹൈഫൺ ഇട്ട് കൊടുക്കണം അല്ലെ. പിന്നെ എന്താണ് നമ്മളുടെ മീത്തൈൽ ആണെങ്കിൽ മീത്തൈൽ, ഈത്തൈൽ ആണെങ്കിൽ ഈത്തൈൽ, പ്രൊപ്പൈൽ ആണെങ്കിൽ പ്രൊപ്പൈൽ. അത് എഴുതി. പക്ഷെ നിങ്ങൾ നോക്ക്, 2 ഉണ്ട് അല്ലെ. 2 ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചേർക്കണം? ഡൈ ചേർക്കണം. 3 ആണെങ്കിലോ ട്രൈ, 4 ആണെങ്കിൽ ടെട്ര അല്ലെ. അപ്പൊ ഇവിടെ 2 ഉള്ളത് കൊണ്ടാണ് ഡൈ എന്ന് വന്നത്, ഡൈ മീത്തൈൽ എന്ന് വന്നത്. പിന്നെ ലോങ്ങസ്റ്റ് ചെയിന്റെ പേരെന്തേനു? ഹെപ്റ്റ്. 7 അല്ലെ. ഹെപ്റ്റും വന്ന് സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് എയിനും വന്ന്. അങ്ങനെയാണ് 2,5 ഡൈ മീത്തൈൽ ഹെപ്റ്റെയിൻ എന്ന് പേര് വന്നിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ അല്ലെ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് എന്താണ് നോക്കാം. സ്ട്രക്ചറൽ ഫോർമുല ഓഫ് എ ഹൈഡ്രോകാർബൺ ഇസ് ഗിവൺ ബിലോ. റൈറ്റ് ദി IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട് അല്ലെ. ഈ ഒരു കോമ്പൗണ്ടിന്റെ IUPAC നെയിം ആണ് എഴുതാനായിട്ട് പോകുന്നത്. അതിന് ആദ്യം എന്ത് ചെയ്യണം? ലോങ്ങസ്റ്റ് ചെയിൻ സെലക്ട് ചെയ്യണം അല്ലെ. ഇത് തന്നെ ആയിക്കോട്ടെ ലോങ്ങസ്റ്റ് ചെയിൻ. 1 2 3 4 5 അല്ലെ. ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 5 കിട്ടും. 1 2 3 4 5 ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 5 കിട്ടും. അപ്പൊ ഞാൻ പറഞ്ഞിട്ട് മാക്സിമം സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന രീതിയിൽ, അതായത് വളഞ്ഞിട്ടും തിരിഞ്ഞിട്ടും പോകുമ്പോൾ 1 2 3 4 5 അങ്ങൊന്നും ഇങ്ങൊന്നും എല്ലാം പോകുമ്പോൾ 5 തന്നെയാ കിട്ടുന്നതെങ്കിൽ സ്ട്രെയിറ്റ് തന്നെ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. അപ്പൊ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് നമുക്ക് നമ്പർ ചെയ്യാം. 1 2 3 4 5 ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് നമ്പർ ചെയ്ത്. ഇനി റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്ക് ചെയ്യാം. 1 2 3 4 5. ഓക്കെ, ലോങ്ങസ്റ്റ് ചെയിനിൽ അല്ലെ, ലോങ്ങസ്റ്റ് ചെയിനിൽ എത്ര കാർബൺ ആറ്റംസ് ആ ഉള്ളത്? 5 ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ വേർഡ് റൂട്ട് എന്താ വരിക? പെന്റ് എന്നാണ് വരിക അല്ലെ. പെന്റ് എന്നാണ് വരിക. ഇനി നിങ്ങൾ നോക്ക്, ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കാണെങ്കിൽ ഏതൊക്കെയാ പൊസിഷൻ? 2ഉം 4ഉം അല്ലെ. ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കാണെങ്കിൽ 2ഉം 4ഉം ആണ്. അടുത്ത റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്കാണെങ്കിലോ? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണെങ്കിൽ 2ഉം എന്തുമാണ് വന്നിട്ടുള്ളത്? 4ഉം തന്നെയാണ് വന്നിട്ടുള്ളത് അല്ലെ. 2ഉം 4ഉം തന്നെയാണ് വന്നിട്ടുള്ളത്. ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കും 2ഉം 4ഉം, റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്കും എന്താ? 2ഉം 4ഉം രണ്ടും സെയിം തന്നെയാണ് അല്ലെ. അപ്പൊ നമുക്ക് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കോ റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്കോ എങ്ങനെ വേണമെങ്കിൽ നമ്പർ ചെയ്യാം. ഓക്കെ, അപ്പൊ എങ്ങനെയോ ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ എങ്ങനെ എഴുതാം? 2 4. ഇനി എന്ത് ചെയ്യണം? ഒരു ഹൈഫൺ ഇടണം. ഇനി എത്ര ബ്രാഞ്ചാ ഇവിടെ ഉള്ളത്? 2 ബ്രാഞ്ചാ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് എഴുതണം? ഡൈ എഴുതണം അല്ലെ. ഡൈ എഴുതിയിട്ട് ഈ തൂങ്ങി നിൽക്കുന്ന ആളെ പേരെന്താ? CH3. CH3 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? മീത്തൈൽ ആണ് അല്ലെ. മീത്തൈൽ വന്ന്. അടുത്ത എണ്ണിക്കോ? 1 2 3 4 5. 5 ആണെങ്കിൽ എന്ത് വരും? പെന്റ് വരും. ഇനി എന്താ? സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് എയിന് വരും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കോമ്പൗണ്ടിന്റെ പേരെന്താ? 2,4 ഡൈമീത്തൈൽ പെന്റേൻ. 2,4 ഡൈമീത്തൈൽ പെന്റേൻ. ക്ലിയർ ആണല്ലോ അല്ലെ. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് നോക്ക്. The longest carbon chain is numbered from left to right or right to left. If the carbon atom containing the first branch gets the same position number when numbered from either side, then the numbering should be done in such a way that the carbon atoms containing the second branch gets a lower position number. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാനിപ്പോൾ ഒരു കോമ്പൗണ്ടിനെ വരച്ചു തരാം. ഓക്കെ, ഇവിടെ ഞാനൊരു കോമ്പൗണ്ടിനെ വരച്ച് ഇവിടെ എന്തുണ്ട്? ഇവിടെയും പിന്നെ ഇവിടെയും ആയിട്ട് എന്തുണ്ട്? ഒരു CH3 ഗ്രൂപ്പ് ഉണ്ട് എന്ന് വിചാരിക്കും. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാ? നമ്പർ ചെയ്യാനായിട്ട് പോവാ. 1 2 3 4 5 6. ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് ചെയ്തപ്പോൾ ഇങ്ങനെ വന്ന്. അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് ചെയ്തപ്പോൾ ഏതൊക്കെയാണ് ബ്രാഞ്ചസിലെ നമ്പർ? 2 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്. ഓക്കെ, ഇനി ഞാൻ നമ്പർ ചെയ്യാനായിട്ട് പോകുന്നത് റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്ക്. 1 2 3 4 5 6. ഓക്കെ, 1 2 3 4 5 6 ഇങ്ങനെ നമ്പർ ചെയ്ത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്ക് ഏതൊക്കെയാ നമ്പർ? 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്. ഓക്കെ, ഇനി നോക്കിക്കോളെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കാണോ റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്കാണോ നമ്മൾ എടുക്കുക? നിങ്ങൾ നോക്ക്, ഇവിടെ ആദ്യത്തെ ബ്രാഞ്ച് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കാണെങ്കിൽ ആദ്യത്തെ ബ്രാഞ്ച് 2ലാണല്ലോ. റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്കാണെങ്കിൽ ആദ്യത്തെ ബ്രാഞ്ച് 2ലേക്കാണല്ലേ. അപ്പൊ കൺഫ്യൂസ്ഡ് ആയില്ലേ? ഇനി എന്തെടുക്കൂ എന്നുള്ളത്.
അപ്പൊ ഇങ്ങനെ വരുമ്പോ അതായത് ഫസ്റ്റ് ബ്രാഞ്ച് സെയിം നമ്പർ വന്നു കഴിഞ്ഞാൽ അടുത്ത നമ്മൾ നോക്കുക എന്താ, സെക്കൻഡ് ബ്രാഞ്ചിന് ലോവസ്റ്റ് നമ്പർ കിട്ടുന്ന നോക്കാം. ഈ 2 കഴിഞ്ഞിട്ട് 3 കഴിഞ്ഞ് 4ലാണ് അതിന്റെ സെക്കൻഡ് ബ്രാഞ്ച് വരുന്നത്, ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കാണെങ്കിൽ അല്ലെ. പക്ഷെ റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്കാണെങ്കിലോ മൂന്നാമത്തതായിട്ട് കിട്ടുന്നുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ നമ്പറിങ് ഏതായിരിക്കും എടുക്കുക, റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്കായിരിക്കും. മനസ്സിലായിനോ എന്താ പറഞ്ഞതെന്ന്? അതായത് ഇവിടെ രണ്ടിലും അല്ലെ, ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കോ റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്കോ 2 എന്ന് പറയുന്ന പൊസിഷനിൽ ഫസ്റ്റ് ബ്രാഞ്ച് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി 3ലോ അടുത്ത വന്നിട്ടില്ല, 4ലാണ് വന്നിട്ടുള്ളത്. ലെഫ്റ്റ് ടു റൈറ്റിൽ 4ലും റൈറ്റ് ടു ലെഫ്റ്റ് 3ലും വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ ആരെയാ ചൂസ് ചെയ്യേണ്ടത്, റൈറ്റ് ടു ലെഫ്റ്റിലേക്ക് നമ്പർ എടുത്തിട്ടാണ് ചൂസ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? 3യും 2ഉം വരുന്ന രീതിയിൽ. ഓക്കെ, അപ്പൊ നമ്മൾ റൈറ്റ് ടു ലെഫ്റ്റ് ചൂസ് ചെയ്യും. അതാണ് ഈ ഒരു സെന്റൻസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അത് നോക്കാം. നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദ മെയിൻ ചെയിൻ. ഈ ഒരു മെയിൻ ചെയിൻ അല്ലെ, ഈ ഒരു മെയിൻ ചെയിനിൽ എത്ര കാർബൺ ആറ്റംസ് ആണ് ഉള്ളത്? 1 2 3 4 5 6 അല്ലെ. അപ്പൊ ഇവിടെ എത്രയാണ് നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഉള്ളത്? 6 ആണ്. നമ്പർ ഓഫ് ബ്രാഞ്ചസ്, ഇവിടെ എത്ര ബ്രാഞ്ച് ഉണ്ട്? 1 2 3 അല്ലെ, 3 ബ്രാഞ്ചസ് ആണ് ഇവിടെ ഉള്ളത്. നെയിം ഓഫ് ബ്രാഞ്ചസ് അല്ലെ, ഈ ബ്രാഞ്ചസ് ഒക്കെ എന്താ? CH3 CH3 CH3. അപ്പൊ ഈ ബ്രാഞ്ചിന്റെ പേരെന്താണ്? മീഥൈൽ ആണ്. പൊസിഷൻ നമ്പർ ഓഫ് ദ ഫസ്റ്റ് ബ്രാഞ്ച് വൈൽ നമ്പറിംഗ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് നമ്പർ ചെയ്യുമ്പോൾ ആദ്യത്തെ ബ്രാഞ്ചിന്റെ പൊസിഷൻ നമ്പർ, ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് നമ്പർ ചെയ്യുമ്പോൾ ആദ്യത്തെ ബ്രാഞ്ചിന്റെ പൊസിഷൻ നമ്പർ എത്രയാണ്? 2 ആണ്. പൊസിഷൻ നമ്പർ ഓഫ് ദ ഫസ്റ്റ് ബ്രാഞ്ച് വൈൽ നമ്പറിംഗ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്ക് നമ്പർ ചെയ്യുമ്പോഴും എത്രയാണ് ഇവിടുത്തെ പൊസിഷൻ നമ്പർ? റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്ക് നമ്പർ ചെയ്യുമ്പോൾ ഇവിടുത്തെ പൊസിഷൻ നമ്പർ 2 ആണ്. ഇവിടുത്തെ പൊസിഷൻ നമ്പർ 2. When does the second branch get a lower position number? Put a tick mark against the correct option. അല്ലെ, രണ്ടാമത്തെ ബ്രാഞ്ചിന് എപ്പോഴാണ് ലോവസ്റ്റ് പൊസിഷൻ നമ്പർ കിട്ടുക? ഇങ്ങനെ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ രണ്ടാമത്തെ ബ്രാഞ്ച് 4ലാണുള്ളത് അല്ലെ, രണ്ടാമത്തെ ബ്രാഞ്ച് 4ലാണുള്ളത്. റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ രണ്ടാമത്തെ ബ്രാഞ്ച് എത്രയിലാണുള്ളത്? 3ലാണുള്ളത്. അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോഴാണോ റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്ക് പോകുമ്പോഴാണോ ലോവസ്റ്റ് പൊസിഷൻ നമ്പർ കിട്ടുന്നത്? യെസ്, റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്ക് പോകുമ്പോഴാണ്. അപ്പൊ നമുക്ക് അതൊന്ന് എഴുതാം അല്ലെ. അപ്പൊ ടിക്ക് ഇടാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ എവിടത്തേക്ക് ടിക്ക് ഇടും? വൈൽ നമ്പറിംഗ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആണോ? അല്ല, റൈറ്റ് ടു ലെഫ്റ്റ്. ഇതാണ് കറക്റ്റ് ആയിട്ട്. കറക്റ്റ് പൊസിഷൻ നമ്പർ ഓഫ് ദി ബ്രാഞ്ചസ് അല്ലെ, കറക്റ്റ് പൊസിഷൻ നമ്പർ ഓഫ് ദി ബ്രാഞ്ചസ് നമുക്കൊന്ന് നോക്കാം. ഏതൊക്കെയാ ഉള്ളത്? റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്കാണെങ്കിൽ ഏതൊക്കെ ബ്രാഞ്ചിലാണ് ഇവിടെ വന്നിട്ടുള്ളത്? ഇവിടെ 2ൽ വന്നിട്ടുണ്ട്, പിന്നെ 3ൽ വന്നിട്ടുണ്ട്, പിന്നെ 5ൽ വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 2 3 5 എന്ന് വരും അല്ലെ, 2 3 5 എന്ന് വരും. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് 2 3 5. ഇനി IUPAC നെയിം എങ്ങനെ എഴുതാം? ആദ്യം നമ്പേഴ്സ് എഴുതണം അല്ലെ. ഏതൊക്കെയാണ്? 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്. ഇനി എന്ത് ചെയ്യണം? ഹൈഫൺ ഇടണം അല്ലെ. ഇനി ബ്രാഞ്ച് ആയിട്ട് ആരാ ഉള്ളത്? മീഥൈൽ ആണ് ഉള്ളത്. പക്ഷെങ്കിൽ ഇവിടെ 3 എണ്ണം ഉണ്ട് അല്ലെ. 3 മീഥൈൽ ഉള്ളത് കൊണ്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്തും? ട്രൈ എഴുതും അല്ലെ. ഇവിടെ 2 ആണെങ്കിൽ ഡൈ എഴുതും, 3 ഉള്ളതുകൊണ്ട് ട്രൈ എഴുതി, 4 ഉണ്ടെങ്കിൽ ടെട്രാ എഴുതും. ഓക്കെ, അപ്പൊ 2 3 5 ഹൈഫൺ ട്രൈ മീഥൈൽ എഴുതി. ഇനി എത്ര കാർബൺ ആറ്റംസ് ആണ് അവിടെ ഉള്ളത്? 6 ആണ് അല്ലെ. അപ്പൊ ഹെക്സ് എന്ന് വന്ന്, പിന്നെ സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് എന്ത് വന്ന്? എയിന് എന്ന് വന്ന്. അങ്ങനെയാണ് ഇതിന്റെ പേര് 2 3 5 ട്രൈ മീഥൈൽ ഹെക്സേൻ. ക്ലിയർ ആണല്ലോ അല്ലെ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എ കാർബൺ ആറ്റം ഹാസ് 2 ഐഡന്റിക്കൽ ബ്രാഞ്ചസ് ദ പൊസിഷൻ നമ്പർ ഷുഡ് ബി റിപ്പീറ്റഡ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ നോക്ക്, ഈ ഒരു ചെയിനാണെങ്കിൽ നമ്മൾ ലോങ്സ്റ്റ് ചെയിൻ ഞാൻ ഇത് ചൂസ് ചെയ്തെന്ന് വിചാരിക്കും. 1 2 3 ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് 1 2 3, റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്ക് 1 2 3. അപ്പൊ നിങ്ങൾ നോക്ക്, ഈ 2 എന്ന് പറയുന്ന ഇടത്തില് ആരൊക്കെ വരുന്നുണ്ട്? ഇയാളും വരുന്നുണ്ട് അല്ലെ. 2 ആര് വരുന്നുണ്ട്? മീഥൈൽ ഗ്രൂപ്പുകൾ വരുന്നുണ്ട്. അങ്ങനെ ആവുമ്പോ നമ്മൾ എങ്ങനെ എഴുതണം? 2ൽ ഒരു മീഥൈൽ ഗ്രൂപ്പ്, 2ൽ വേറൊരു മീഥൈൽ ഗ്രൂപ്പ്. അപ്പൊ എങ്ങനെ എഴുതണം? 2, 2 എന്ത് ചെയ്യണം? റിപ്പീറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഈ സി അല്ലെ, 2ലാണ് 2 ബ്രാഞ്ച് വരുന്നത്. അപ്പൊ 2, 2. അടുത്ത എന്താ? 2 ആൾക്കാരായോണ്ട് ഡൈ വന്ന്, CH3 ആയതുകൊണ്ട് മീഥൈൽ വന്ന്. ലോങ്സ്റ്റ് ചെയിനിൽ 3 ആൾക്കാരായതുകൊണ്ട് എന്ത് വരും? പ്രൊപ്പ് വന്ന്. പിന്നെ എന്താ? സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് എയിന് വന്ന്. അപ്പൊ 2 2 ഡൈ മീഥൈൽ പ്രൊപ്പൈൻ. വളരെ സിമ്പിൾ അല്ലേ നെയിമിങ്?
2,2-dimethyl propane. ക്ലിയർ അല്ലേ അല്ലെ? അപ്പൊ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദ മെയിൻ ചെയിനിൽ എത്ര കാർബൺ ആറ്റംസ് ആയിരുന്നു ഉള്ളത്? 3 നമ്പർ ഓഫ് ബ്രാഞ്ചസ് എത്രയാ? 3 ബ്രാഞ്ച്. നെയിം ഓഫ് ബ്രാഞ്ച് എന്താ? മീത്തൈൽ. അയ്യോ, നമ്പർ ഓഫ് ബ്രാഞ്ചസ് 2 അല്ലേ? നേരത്തേനായിരുന്നു 3 അല്ലെ? ഇവിടെ നമ്പർ ഓഫ് ബ്രാഞ്ചസ് 2, നെയിം ഓഫ് ബ്രാഞ്ചസ് മീത്തൈൽ ആണ്. പൊസിഷൻ ഓഫ് ദ ബ്രാഞ്ചസ് എവിടത്തൊക്കെയാ? 2 അല്ലെ? 2 മീത്തൈൽ ഗ്രൂപ്പ് ഉണ്ട്, അതുകൊണ്ടാണ് 2 വന്നത്. അപ്പൊ IUPAC നെയിം എങ്ങനെ വരും? 2,2-dimethyl propane. 2,2-dimethyl propane. ക്ലിയർ അല്ലേ? യെസ്. സോ നൗ ലെറ്റ് us see how to write the structural formula of a compound if its IUPAC name is given. IUPAC നെയിം തന്നിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് സ്ട്രക്ചറൽ ഫോർമുല എഴുതാന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. റൈറ്റ് ദി സ്ട്രക്ചറൽ ഫോർമുല ഓഫ് 2,3-dimethyl pentane. 2,3-dimethyl pentane എങ്ങനെ നമുക്ക് വരക്കാനായിട്ട് പറ്റുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ചെയ്തു പോവാം. ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ പ്രസന്റ് ഇൻ ഇറ്റ്സ് മെയിൻ ചെയിൻ? അല്ലെ, മെയിൻ ചെയിനിൽ എത്ര കാർബൺ ആറ്റംസ് ആ? പെന്റ് അല്ലെ, പെന്റ് എന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ എത്രയാണുള്ളത്? 5. ലെറ്റ് us write the main chain. അല്ലെ, മെയിൻ ചെയിൻ എഴുതിക്കോ. 1, 2, 3, 4, 5 അല്ലെ, 5 വന്നിട്ടുണ്ട്. വാട്ട് ആർ ദ ബ്രാഞ്ചസിൽ ആരാ ഉള്ളത്? മീത്തൈലാണ് അല്ലെ, മീത്തൈലാണ് വന്നിട്ടുള്ളത്. വാട്ട് ആർ ദ പൊസിഷൻ നമ്പേഴ്സ് ഏതൊക്കെയാ? 2ലും 3ലും ആണ് ഉള്ളത് അല്ലെ, 2 and 3 അല്ലെ. പൊസിഷൻ നമ്പേഴ്സ് ഏതൊക്കെയാ? 2 and 3. ഓക്കെ, ഞാൻ ഇതൊന്ന് ഇറേസ് ചെയ്യുന്നുണ്ട്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Write the structural formula by attaching the branches to the main chain. അല്ലെ, അപ്പൊ നമുക്ക് ഈ കിട്ടിയ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടൊന്ന് വരച്ചു നോക്കാം. പെന്റെയിൻ ആണ് അല്ലെ, പെന്റെയിൻ എന്ന് പറയുമ്പോൾ എത്രയാണ്? 5 കാർബൺ ആണ് അല്ലെ, 1, 2, 3, 4, 5. പിന്നെ എവിടെയൊക്കെയാണ്? 2ലും 3ലും ആണ് ആരുള്ളത്? നമ്മളുടെ മീഥൈൽ ഗ്രൂപ്പ് ഉള്ളത് അല്ലെ. അപ്പൊ 1, 2, 3, 4, 5 ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാലും 1, 2, 3, 4, 5 ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും 2ലും 3ലും സെയിം തന്നെയാണ് വരിക അല്ലെ, 2ലും 3ലും. അപ്പോ 2ല് ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, 3ല് ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഇങ്ങനെ മേലെയും താഴെയാക്കി വരക്കണം എന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ താഴെ തന്നെ വരക്കാനായിട്ട് പറ്റും. പിന്നെ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് മേലെയും താഴെയായിട്ട് വരച്ചേട്ടാ. അപ്പൊ ഇവിടെ 2ലും 3ലും മീഥൈൽ ഗ്രൂപ്പ് വെച്ച് ഇനി എന്താ ചെയ്യേണ്ടത്? യെസ്, റൈറ്റ് ദി സ്ട്രക്ചറൽ ഫോർമുല ബൈ അറ്റാച്ചിങ് ദ ബ്രാഞ്ചസ് ടു ദ മെയിൻ ചെയിൻ. ആരാ വന്നിട്ടുള്ളത്? മീഥൈൽ ഗ്രൂപ്പ്. CH3 ഇവിടെയും വന്നിട്ടുണ്ട്, CH3 ഇവിടെയും വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് എന്താ? അടുത്തത് നമുക്ക് ഇതിനെ വാലൻസീസ് ഫില്ല് ചെയ്യണം അല്ലെ. ഈ കാർബണിന് ഇവിടെ ഒരാളുണ്ട്, ഇനി ആര് വേണം? ബാക്കി 3 വേണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് കാർബണിന്റെ വാലൻസ് 4 അല്ലെ, ഇവിടെ 1 ഫില്ലായി. അങ്ങനെയാണെങ്കിൽ 3 കൂടി വേണമെങ്കിൽ ഇവിടെ എന്ത് വരും? CH3 വരും അല്ലെ. ഇവിടെയാണെങ്കിൽ ഇവിടെ 1, 2, 3 ഉണ്ട്. 3 ഉണ്ടെങ്കിൽ ഇവിടെ ഇനി ഒരാൾ മതി അല്ലെ. ഇവിടെ ആണെങ്കിലോ 1, 2, 3 ഉണ്ട്, അങ്ങനെയാണെങ്കിൽ ഇവിടെയും ഒരാൾ മതി. ഇവിടെ ആണെങ്കിലോ 1, 2 ഉണ്ട്, അങ്ങനെയാണെങ്കിൽ ഇവിടെ H2 വേണം അല്ലെ. ഇവിടെയോ ഇതിന് ഒരാളെ ഉള്ളൂ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വേണം? H3 വേണം. ഇവിടെ എഴുതാൻ പറ്റില്ല, നിങ്ങൾ എഴുതുക കേട്ടോ. ഇവിടെ H3 വേണം. ക്ലിയർ അല്ലേ അല്ലെ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വേണമെങ്കിൽ അറ്റാച്ച് ചെയ്യുക, അല്ലെ ഇവിടെ അറ്റാച്ച് ചെയ്യുക. ഇങ്ങനെ ഇങ്ങോട്ടേക്കോ അങ്ങനെ ഇങ്ങോട്ടേക്കോ എന്ത് ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് കംപ്ലീറ്റ് ദ സ്ട്രക്ചർ ബൈ ഫില്ലിംഗ് അപ്പ് ഓൾ വാലൻസീസ് ഓഫ് കാർബൺ ആറ്റം വിത്ത് ഹൈഡ്രജൻ. അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത നോക്ക്. റൈറ്റ് ദി സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദി കോമ്പൗണ്ട് 2,4-dimethyl heptane. 2,4-dimethyl heptane. ഹെപ്റ്റ് എന്ന് പറയുമ്പോൾ എത്രയാ? 7 ആണ് അല്ലെ. അപ്പൊ 1, 2, 3, 4, 5 അങ്ങോട്ട് വരക്കാൻ പറ്റൂല, 6, 7. ഓക്കെ, 7 വരച്ചിട്ടുണ്ട്. ഇനി എന്താ വേണ്ടത്? മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. എത്ര? 2 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. എവിടെയൊക്കെ? 2ലും 4ലും ആണ് ഉള്ളത് അല്ലെ. അപ്പൊ 2 അല്ലെ, 1, 2, 3, 4, 5, 6, 7. 2ലും 4ലും ആരാ ഉള്ളത്? മീഥൈൽ ഗ്രൂപ്പ് ആണുള്ളത്. CH3 ഗ്രൂപ്പ് ആണുള്ളത്. ക്ലിയർ ആണോ? ഇനിയിപ്പോ നിങ്ങൾ ഇങ്ങനെ ഇടുന്നാന്ന് വിചാരിക്കും, 1, 2, 3, 4, 5, 6, 7 ഇങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക? 2ലും 4ലും വരച്ചു കൊടുക്കാം. ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കോ റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്കോ ആയാലും കുഴപ്പമില്ല. 2ഉം 4ഉം സെയിം സ്ഥലത്ത് തന്നെയാണ് നമുക്ക് വരുന്നത്, അതുകൊണ്ടാണ് കുഴപ്പമില്ല എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പൊ 2ലും 4ലും മീഥൈൽ ഗ്രൂപ്പ്സിനെ വരച്ചു.
ഓക്കെ, ഇനി എന്ത് ചെയ്യണം, നമുക്ക് വാലൻസീസ് വെച്ച് എന്ത് ചെയ്യണം, ഫില്ല് ചെയ്യണം. അപ്പൊ ഈ ഒരു കാർബണ് ഇവിടെ ഒരാളുണ്ട്, ഇനി അത് എത്ര ആള് വേണം, 3 ആള് കൂടി ഉണ്ടെങ്കിൽ ഇവിടെ 4 ആയി, അപ്പൊ CH3. ഇവിടെയോ ഈ കാർബണ് 1 2 3 ആളുണ്ട് അല്ലെ, 3 ആളുണ്ടെങ്കിൽ ഇവിടെ ഒരു എച്ചും കൂടി വരണം. ഈ കാർബണിനോ 1 2 രണ്ടാളേ ഉള്ളൂ അല്ലെ, ഇനി രണ്ടും കൂടി വന്നാൽ ഓക്കെ. ഈ കാർബണിനോ 1 2 3 ഉണ്ട്, 3 ഉണ്ടെങ്കിൽ ഒരാളും കൂടി. ഇതിന് രണ്ടാളുണ്ട്, അപ്പൊ രണ്ടും കൂടി. ഇതിനും രണ്ടാളുണ്ട്, രണ്ടും കൂടി. ഇതിന് ഒരാളേ ഉള്ളൂ, അപ്പൊ ഇവിടെ എന്ത് വരണം, 3ഉം കൂടി. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് എന്ത് വരാ, 2,4-dimethyl heptane. 7 കാർബൺ ആറ്റംസ് ഇൻ ദ മെയിൻ ചെയിനും 2ലും 4ലും 2 മീത്തൈൽ ഗ്രൂപ്പ്സ്. അതുകൊണ്ടാണ് 2,4-dimethyl heptane എന്ന് വന്നിട്ടുള്ളത്. ക്ലിയർ? ഓക്കെ, യെസ്. ഇനി നമുക്ക് നെക്സ്റ്റ് ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഈ ടേബിളും കൂടി ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പിക്ക് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ. അപ്പൊ ഇവിടെ ഒരു കോമ്പൗണ്ട് കൊടുത്തിട്ടുണ്ട്, നമുക്ക് പേരാണ് എഴുതേണ്ടത്. ആദ്യം നമുക്ക് നെയിം ചെയ്യാം അല്ലെ. 1 2 3 4 5 6 ഇങ്ങനെ നെയിം ചെയ്ത്, ഇനി എനിക്ക് വേണമെങ്കിൽ എങ്ങനെയും ചെയ്യാം, റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്ക് ചെയ്യാം. 1 2 3 4 5 6. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏതാണ് ബ്രാഞ്ചസ് എന്ന് പറയാൻ ഇതുമാണ് ബ്രാഞ്ചസ് ആയിട്ടുള്ളത്. ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കാണെങ്കിൽ 2ഉം 4ഉം ആണ്, റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്കാണെങ്കിൽ 3ഉം 5ഉം ആണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആരെ ആയിരിക്കും സെലക്ട് ചെയ്യുക, 2നെയും 4നെയും ആയിരിക്കും അല്ലെ. ഏറ്റവും ചെറിയ ആൾക്കാരെ വേണ്ടേ നമ്മൾ സെലക്ട് ചെയ്യാൻ അല്ലെ. അപ്പൊ അതിന്റെ ആൻസർ ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്, ഇവിടെ എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് 2ഉം 4ഉം വന്നു അല്ലെ. ഇനി ആരെ വേണം, ഈ തൂങ്ങി നിൽക്കുന്ന ആൾക്കാരുണ്ട് അല്ലെ, ഈ തൂങ്ങി നിൽക്കുന്ന ആൾക്കാർ ആരാ, മീത്തൈലാണ് അല്ലെ, മീത്തൈലാണ്. ഒരാള് മാത്രാണോ തൂങ്ങിക്കുന്ന, അല്ല, രണ്ടാൾക്കാരുണ്ട്. രണ്ടുണ്ടെങ്കിൽ ഇവിടെ എന്ത് വേണം, ഡൈ വേണം അല്ലെ. 2 4 വന്ന് ഡൈ മീത്തൈൽ വന്ന്. ലോങ്ങസ്റ്റ് ചെയിനിൽ എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്, 1 2 3 4 5 6, 6 ആളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും, ഹെക്സ് വന്ന്, സിംഗിൾ ബോണ്ട്, അപ്പൊ എന്ത് വരും, എയിന് വന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഈ കോമ്പൗണ്ടിന്റെ പേരെന്താണ്, 2,4-dimethyl ഹെക്സേൻ. 2,4-dimethyl ഹെക്സേൻ. ക്ലിയർ ആണല്ലോ അല്ലെ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2,2,3-trimethyl pentane. ഇതിനെ വരക്കാരാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പെന്റാണെങ്കിൽ എത്ര കാർബൺ ആറ്റംസ് വേണം, 5 അല്ലെ. 1 2 3 4 5, 5 കാർബൺ ആറ്റംസിന് വരച്ചു. ഇനി എന്താ, ട്രൈമീത്തൈൽ ആണ്. 3 മീത്തൈൽ ഗ്രൂപ്പ് ഉണ്ട്. എവിടെയൊക്കെയാ, 2 ഓർക്കണം കേട്ടോ, 2ഉം 3ലും ഉണ്ട് അല്ലെ. അപ്പോ 1 2 3 4 5, 1 2 3 4 5. ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കോ റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്കോ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, 2ഉം 3ഉം അടുത്തടുത്തുള്ളത് കൊണ്ട് വലിയ വ്യത്യാസമൊന്നും വരൂല. ഓക്കെ, അപ്പൊ 2 എന്ന് പറയുന്നതിൽ എത്ര ആൾക്കാരുണ്ട്, 2 ആൾക്കാരുണ്ട്. അപ്പൊ 2ൽ ഇതാ ഇങ്ങനെ വരും, 2ൽ ഇതാ ഇങ്ങനെ വന്ന്, പിന്നെ ഒരു 3ഉം ഉണ്ട് അല്ലെ, പിന്നെ ഒരു 3ഉം ഉണ്ട്. ഓക്കെ, ഇവിടെ ഒക്കെ ആരാ ഉള്ളത്, മീത്തൈലാണ്. അപ്പൊ ഇവിടെ ഒരു CH3, ഇവിടെയും ഒരു CH3, ഇവിടെയും എന്താണ്, ഒരു CH3 വന്ന്. ഇനി എന്ത് ചെയ്യാ, വാലൻസീസ് ഫില്ല് ചെയ്യാം അല്ലെ. ഈ കാർബൺ ആറ്റത്തിന് ഒരാളാണുള്ളൂ, അപ്പൊ ഇവിടെ ഒരു 3ഉം കൂടി വേണം. ഈ കാർബൺ ആറ്റത്തിന് 1 2 3 4 4ഉം ഉണ്ട്, അതുകൊണ്ട് ഇയാൾക്ക് ഒന്നും വേണ്ട. ഇയാൾക്കോ 1 2 3 ആയിട്ടേ ഉള്ളൂ, അതുകൊണ്ട് ഇവിടെ ഒരാള് വേണം. അടുത്ത ഇതിനോ 2 ആളുണ്ട്, അപ്പോ 2ഉം കൂടി വേണം. ഇതിനോ ഒരാളേ ഉള്ളൂ, അതുകൊണ്ട് 3 ആളും കൂടി വേണം. ഓക്കെ, ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. ഇനി തിരിച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാ വരിക ഞാൻ പറഞ്ഞുതരാം. തിരിച്ച് ചെയ്യുമ്പോൾ സെയിം തന്നെയാണ്, 1 2 3 4 5 അല്ലെ. അപ്പൊ 1 2 3 4 5 ഇങ്ങനെയാണ് നെയിം ചെയ്തതെങ്കിൽ 2 2 അല്ലെ, 2 2ൽ ഒന്ന് വന്ന് 3ൽ ഒന്ന് വന്ന് ഇങ്ങനെ പോകും കേട്ടോ. ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കോ റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്കോ നമ്പർ അടുത്തടുത്തുള്ള നമ്പർ ആണെങ്കിൽ വ്യത്യാസമൊന്നും വരൂല. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലെ. ഓക്കെ, ഇനി അടുത്ത ഏതാണ് വരക്കാനുള്ളത്, 3,3-diethyl hexane. ആരാണ്, ഹെക്സ് ആണ്. ഹെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, 6 എണ്ണം വരണം. 6 എണ്ണം വരണമെങ്കിൽ 1 2 3 4 5 6. ഓക്കെ, ഹെക്സൈന് വരച്ച്. ഇനി ആരാ വേണ്ടത്, ഡൈ ഈത്തൈലാണ്. ഈത്തൈലാണ്, മീത്തൈൽ അല്ല, ഈത്തൈലാണ്. ഈത്തൈൽ ആരാണ്, C2H5 ആണ്. C2H5നെ നമ്മൾ എങ്ങനെ എഴുതാം, CH2 CH3 അല്ലെ, 2 കാർബണും 5 ഹൈഡ്രജനും അല്ലെ. ഇതാണ് എന്തെന്ന്, ഈത്തൈൽ എന്ന് പറയാം. ഓക്കെ,
അപ്പൊ ഈത്തൈൽ ഗ്രൂപ്പ് എവിടത്തേക്കാ വരേണ്ടത്? 3-ൽ നിന്നാണ്. അപ്പൊ ഞാൻ 1 2 3 4 5 6 ഇങ്ങനെ എഴുതി. 1 2 3 4 5 6. ഓക്കെ, അപ്പൊ 3-ന്നാണ് എന്ത് വരേണ്ടത്? ഡൈ ആണ്. ഡൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 അല്ലെ. അപ്പൊ 3-ന്ന് ഒരു CH2-ഉം ഒരു CH3-യും. എന്താ ഇത് വന്നത്? C2H5. C2H5 എന്ന് വെച്ച് കഴിഞ്ഞാൽ CH2 CH3 എന്ന് എഴുതാം. അപ്പൊ CH2 CH3. ഇനി എന്താണ്? 3-ന്ന് തന്നെ വേറെ ആളും ഉണ്ട് അല്ലെ. ഇതന്നെ CH2 CH3 തന്നെ വന്നു. അപ്പൊ എന്ത് വന്ന്? 3,3 ഡൈ ഈത്തൈൽ ഹെക്സൈൻ. 3,3 ഡൈ ഈത്തൈൽ ഹെക്സൈൻ. ഇവിടെ ഇനി വാലൻസീസ് വെച്ച് ഫില്ല് ചെയ്യുമ്പോൾ ഇവിടെ ഒരു H3 വരും, ഇവിടെ ഒരു H2 വരും, ഇവിടെ ഫുള്ളാണ്, ഇവിടെ രണ്ടാളുള്ളൂ, അതുകൊണ്ട് 2 വന്ന്, ഇവിടെ 2 വന്ന്, ഇവിടെ എന്ത് വന്ന്? 3 വന്ന്. അപ്പൊ ഇങ്ങനെ ഫില്ല് ചെയ്യാനായിട്ട് പറ്റും. ഇനി നേരെ നമ്മൾ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കാണ് വരച്ചു വെച്ചിട്ടുള്ളത്. ഇനി റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്ക് വരച്ചു നോക്കാം. റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്ക് 1 2 3 4 5 6 അല്ലെ. അപ്പൊ റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്ക് 1 2 ഇതാണ് 3 അല്ലെ. 3-ൽ നിന്ന് 2 ആൾക്കാര് CH2 CH3, ഇവിടെ നിന്നും CH2 CH3. എന്നിട്ട് വാലൻസീസ് ഒക്കെ ഫില്ല് ചെയ്യാം കേട്ടോ. ക്ലിയർ ആണല്ലോ അല്ലെ? 2 2 3 3 ഡൈ ഈത്തൈൽ ഹെക്സൈൻ. അപ്പോൾ ക്വസ്റ്റ്യൻസ് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രമേ എഴുതാം. അടുത്ത ഈ ഒരു ക്വസ്റ്റ്യൻ നോക്ക്. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്കൊന്ന് നെയിം ചെയ്ത് കൊടുക്കാം. നെയിം ചെയ്യുമ്പോൾ ദാ ഞാൻ ഇങ്ങനെ നേരെ ചെയ്യാൻ പോവാ. 1 2 3 4. ഓക്കെ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 4 കിട്ടും. ഇനി വേറെ ഏത് രീതിയിൽ പോവാ? ദാ ഇങ്ങനെ പോവാ അല്ലെ. അപ്പൊ 1 2 3 4 ഇങ്ങനെ പോവാ. ഇനി വേറെ ഏതെങ്കിലും രീതിയിൽ പോവാൻ പറ്റുമോ? യെസ്, ഇനിയും വേറെ രീതിയിൽ പോവാ അല്ലെ. എങ്ങനെ പോവാ? ഇങ്ങനെ പോവാ. 1 2 3 4 5 അല്ലെ. നമുക്ക് പല രീതിയിൽ എന്ത് ചെയ്യാം? നമ്പർ ഇട്ട് കൊടുക്കാം. ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കോ, റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്കോ, മേലേന്ന് താഴേക്കോ, താഴേക്ക് മേലേന്നോ, എങ്ങനെ രീതിയിലും നമുക്ക് നമ്പർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ നോക്ക്, നിങ്ങൾ ഒന്നും നോക്കാണ്ട് നേരെ തന്നെ അങ്ങ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 4 കാർബൺ ആറ്റംസിന് മാത്രമേ ഇവിടെ ലോങ്സ്റ്റ് ചെയിൻ ആയിട്ട് കിട്ടുള്ളൂ അല്ലെ. നേരെ മറിച്ച് ഞാനിപ്പോ വളഞ്ഞു പോയപ്പോ 1 2 3 4 5 5 കിട്ടി അല്ലെ. നേരെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ആൻസർ ഇപ്പൊ തെറ്റുമായിരുന്നു അല്ലെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ത്, എല്ലാ പോസിബിൾ വേയും നമ്മൾ ശ്രദ്ധിക്കണം. ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കും, റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്കും, മേലേന്ന് താഴേക്കും, താഴേന്ന് മേലേക്കും ഒക്കെ നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ആൻസർ ചെയ്യാം. അപ്പൊ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് 5 കിട്ടുന്നുണ്ട് അല്ലെ. 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? പെന്റാണ് വരാം അല്ലെ. മഞ്ഞ മാറ്റിയിട്ട് വേറെ കളർ എടുക്കാം. 5 എന്ന് വെച്ച് കഴിഞ്ഞാല് പെന്റാണ് വരാം. ഓക്കെ, അപ്പൊ പെന്റ് എന്നുള്ളത് കിട്ടി അല്ലെ. ഇനി നിങ്ങൾ നോക്ക്, ഇതാണ് നമ്മളുടെ ചെയിൻ. അപ്പൊ നോക്കിക്കോളെ, ഒന്നും കൂടി നോക്കിക്കോ. ഇതാണ് നമ്മളുടെ ചെയിൻ. ഇതാണ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച ചെയിൻ. അപ്പൊ ആ ചെയിൻ ഒന്നും കൂടി ഞാനൊന്ന് നമ്പർ കൊടുക്കാം. ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5. ഓക്കെ, നമ്പർ കൊടുത്ത്. ഇനി നിങ്ങൾ നോക്ക്, ഇവിടെ ബ്രാഞ്ചസ് ആയിട്ട് വരുന്നത് എവിടെ നിന്നാണ്? ഇവിടുന്ന് ഒരാള് ബ്രാഞ്ചായി വരുന്നുണ്ട്, ഇവിടുന്ന് വേറൊരാള് ബ്രാഞ്ച് ആയിട്ട് വരുന്നുണ്ട്. എവിടെന്നാ വരുന്നത്? 3-ൽ നിന്നാണ് വരുന്നത് അല്ലെ. 3-ൽ നിന്ന് 2 ബ്രാഞ്ച് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? 3 3 അല്ലെ. 3 3 ആണ്. 3 3-ൽ നിന്ന് 2 ആൾക്കാരുണ്ട്. അപ്പൊ എന്ത് വരും? ഡൈ വന്ന് 2 ആരാ വന്നിട്ടുള്ളത്? മീത്തൈലാണ് അല്ലെ. മീത്തൈലാണ്, 2 മീത്തൈലാണ്. പിന്നെ എന്ത് ചെയ്യാ? നമ്മളുടെ ലാസ്റ്റ് ആരാണ്? പെന്റും ഒരു എയിനും. പെന്റും ഒരു എയിനും. ക്ലിയർ ആണല്ലോ അല്ലെ. ഓക്കെ, അപ്പൊ 3 3 ഡൈ മീത്തൈൽ പെന്റെയിൻ. 3 3 ഡൈ മീത്തൈൽ പെന്റെയിൻ. ക്ലിയർ ആണല്ലോ അല്ലെ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മളുടെ ഈ ഒരു ടോപ്പിക് ഉള്ളത്. നെക്സ്റ്റ് നോമൻക്ലേച്ചർ ഓഫ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആണ്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, അതായത് ഇന്നത്തെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിലൂടെ അറിയിക്കാം. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക്